ജയസൂര്യൻ സാർ, നമുക്കറിയാം ബി.ജെ.പിയും ലീഗും തമ്മിൽ ഒരു കൂട്ടുകെട്ട്. അത് നമ്മൾ എവിടെയും ഇതുവരെ അത്തരത്തിലൊന്നും കേരളത്തിൽ സംഭവിച്ചിട്ടില്ല. പക്ഷേ ചില കാര്യങ്ങളിൽ ലീഗിലെ ചില ആളുകളെങ്കിലും ബി.ജെ.പിയുടെ ചില അഭിപ്രായങ്ങളോട് ഒന്നിച്ചു നിന്ന സമയവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ലീഗ് ബി.ജെ.പി കൂട്ടുകെട്ട് വരാൻ പോകുന്ന ഏതെങ്കിലും തിരഞ്ഞെടുപ്പുകളിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലോ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ടോ? കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം ഇന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഒരു കാലത്ത് ന്യൂനപക്ഷങ്ങൾക്കെല്ലാം എതിരാണ് ബി.ജെ.പി. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങളിൽ നിന്ന് ബി.ജെ.പി. അകന്നാണ് നിൽക്കുന്നത്, ശത്രുപക്ഷത്താണ് നിൽക്കുന്നത്. ഇതൊക്കെയായിരുന്നു പൊതുവെയുള്ള നെറേറ്റീവ്. പക്ഷെ ഇപ്പോൾ നോക്കൂ, ഇപ്പൊ ക്രൈസ്തവ ജനവിഭാഗം ബി.ജെ.പിയുമായി അടുക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഇന്ത്യയിലെ ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങളെല്ലാം ബി.ജെ.പി. ആണ് ഭരിക്കുന്നത്, അല്ലെങ്കിൽ ബി.ജെ.പി. മുന്നണിയാണ് ഭരിക്കുന്നത്. ഇപ്പൊ ഗോവ പോലെയുള്ള സംസ്ഥാനം, ക്രൈസ്തവർക്ക് വലിയ മുൻതൂക്കമുള്ള ഗോവ സംസ്ഥാനത്ത് തുടർച്ചയായി 3 തവണ തുടർച്ചയായി ബി.ജെ.പി. മുഖ്യമന്ത്രിമാർ ഭരിക്കുന്നു. ഇപ്പൊ നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മിസോറാം, മണിപ്പൂർ, ഇത്രയേറെ വിഷയമുള്ള മണിപ്പൂർ എന്നിട്ട് പോലും. അപ്പോ അങ്ങനെയൊക്കെയുള്ള ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശങ്ങൾ നിരന്തരം ബി.ജെ.പി. ഭരിക്കുമ്പോൾ ക്രൈസ്തവർക്ക് പ്രശ്നങ്ങളില്ലല്ലോ. അവർ ബി.ജെ.പിയുമായി സഹകരിച്ചു പോകുന്നത് കൊണ്ട് ബി.ജെ.പി. ഗവൺമെന്റിൽ നിന്ന് ക്രൈസ്തവ സമൂഹത്തിന് യാതൊരു ദോഷവുമില്ല എന്ന് മാത്രമല്ല, ഗുണങ്ങളേറെ ലഭിക്കുന്നുമുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ, അതുപോലെ ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതികൾ, ഈ കാര്യങ്ങളിലൊക്കെ ക്രൈസ്തവർ സംതൃപ്തരാണ്. കേരള രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും CPM-ഉം കോൺഗ്രസും എക്കാലത്തും ഇവിടുത്തെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഭയപ്പെടുത്തി കൂടെ നിർത്തുന്ന ഒരു നയമാണ് സ്വീകരിച്ചത്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നോളൂ, ഇല്ലെങ്കിൽ ബി.ജെ.പി. വരും, ബി.ജെ.പിയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്നത് ഞങ്ങൾ മാത്രമാണ് എന്ന് CPM-ഉം കോൺഗ്രസും മാറി മാറി ഇവിടുത്തെ ക്രിസ്ത്യാനിയോടും മുസ്ലിമിനോടും പറഞ്ഞുകൊണ്ടിരുന്നു. ക്രൈസ്തവര് വളരെ വലിയ ഒരു കാലഘട്ടത്തോളം അത് സത്യമാണെന്ന് കരുതി. അവസാനം അവർക്ക് മനസ്സിലായി, ഞങ്ങളെക്കാൾ സ്നേഹം മുസ്ലിങ്ങളോടാണ്. കാരണം കേരളത്തിൽ ക്രൈസ്തവ വോട്ടുകളെക്കാൾ വലിയ വോട്ട് ബാങ്ക് ഉള്ളത് മുസ്ലിമിനാണ്. അതുകൊണ്ട് ക്രൈസ്തവരുടെ 80-20 എന്നുള്ള ആ സംഭവം അറിയാമല്ലോ. അതായത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന തുകയിൽ 80% മുസ്ലിമിനും ബാക്കി 20% ക്രിസ്ത്യാനി അടക്കം എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും. ഇതിൽ അവർ ഞെട്ടിപ്പോയി. അത്ര വലിയ ചതിയാണ് LDF-ഉം UDF-ഉം ക്രൈസ്തവരോട് ചെയ്തത്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. അത് രണ്ടുപേരും പൂഴ്ത്തിവെച്ചു, LDF-ഉം UDF-ഉം പൂഴ്ത്തിവെച്ചു. ഇപ്പോൾ BJP പറയുന്നു JB കോശി കമ്മീഷൻ റിപ്പോർട്ട് തുറന്നു നോക്കാം, പക്ഷെ ഞങ്ങളുടെ അധികാരം വേണ്ടേ? അതുകൊണ്ട് നിങ്ങൾ BJP അധികാരത്തിൽ ഏറ്റു എന്ന് പറഞ്ഞപ്പോൾ ക്രൈസ്തവ ജനവിഭാഗത്തിന്റെ ഇടയിൽ ഇപ്പോൾ വലിയ തോതിൽ മാറ്റം വരുന്നു. ഇപ്പൊ മധ്യ തിരുവിതാംകൂറിലും തെക്കൻ തിരുവിതാംകൂറിലും തെക്കൻ കേരളത്തിലും ആകെ തൃശൂർ മുതൽ തിരുവനന്തപുരം വരെ ക്രൈസ്തവരിൽ വലിയൊരു വിഭാഗം BJPയിലേക്ക് ഒഴുകി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം മുതൽ ഇതുവരെയുള്ള ചിത്രം. ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു. ഈ പഞ്ചായത്ത് ഇലക്ഷന് തൊട്ട് മുമ്പ് ധാരാളം പേര് BJPയിൽ ചേരുന്നുണ്ട്. പക്ഷെ ആരെങ്കിലും CPM-ലോ കോൺഗ്രസിലോ LDF-ലോ UDF-ലോ ചേരുന്നതായിട്ട് കാണുന്നില്ല. ഒഴുക്ക് മുഴുവൻ BJPയിലേക്കാണ്. ഇത് ബുദ്ധിപരമായി ചിന്തിക്കാനും വേഗത്തിൽ തീരുമാനമെടുക്കാനും കഴിയുന്ന ക്രൈസ്തവർക്ക് വളരെ പെട്ടെന്ന് സാധിച്ചു. പൊതുവെ മുസ്ലിങ്ങൾ ഇക്കാര്യത്തിൽ വൈകാരികമായി മതപരമായി കടുംപിടുത്തം പിടിച്ചു നിൽക്കും. പക്ഷെ കാലം കുറെ കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും, ഇങ്ങനെ നിന്നിട്ട് ഒരു കാര്യവുമില്ല. അധികാരമില്ലാതെ വെറുതെ ഈ LDF UDF മുന്നണികളിൽ തുടർന്നിട്ട് വലിയ കാര്യമില്ല. ജമ്മു കാശ്മീരിൽ ഹൂറിയത്ത് കോൺഫറൻസ് എന്ന് പറയുന്ന 23 മുസ്ലിം പാർട്ടികളുടെ ഒരു മുന്നണി തന്നെ വാജ്പേയി ഗവൺമെന്റിന് പിന്തുണ കൊടുത്ത കഥ നമുക്കറിയാം. വടക്കേ ഇന്ത്യയിലെ ബീഹാറിലും ഗുജറാത്തിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും അടക്കം മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികൾ ജയിച്ചു തുടങ്ങിയിട്ട് കാലം കുറയായി. അവിടെയൊന്നും മുസ്ലിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല. അങ്ങനെ ജമ്മു കാശ്മീരിലാണെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണെങ്കിലും മുസ്ലിം ജനവിഭാഗം BJPയോട് അടുക്കുകയും BJPയിൽ തന്നെ നിന്ന് ജയിച്ച് സ്ഥാനങ്ങളിൽ എത്തുകയും ചെയ്യുന്നു എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ക്രൈസ്തവർ വളരെ മുന്നേ BJPയിൽ എത്തി ആനുകൂല്യങ്ങൾ നേടുന്നത് കാണുമ്പോൾ മുസ്ലിങ്ങളിൽ ചിന്താശേഷിയുള്ള ആൾക്കാര്, ബുദ്ധിപരമായി കാര്യങ്ങൾ വിലയിരുത്തുന്നവര്, അഖിലേന്ത്യാ തലത്തിൽ കാര്യങ്ങളെ കാണാൻ ശേഷിയുള്ളവര്, അഖിലേന്ത്യാ തലത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ മാറ്റം മുസ്ലിം സംഘടനകളും മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ അവരെല്ലാവരും കോൺഗ്രസിനെ കൈവിട്ട് ഇനി അധികാരത്തിൽ തുടരാൻ പോകുന്ന BJPയിലേക്ക് ചേക്കേറി കഴിഞ്ഞിരിക്കുന്നു.
എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾക്കത് ചെയ്തുകൂടാ എന്നൊരു ചിന്ത ബുദ്ധിയുള്ള മുസ്ലിങ്ങൾക്കിടയിൽ ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂത്ത് ആയിട്ടുള്ള മുസ്ലിങ്ങൾ പതുക്കെ BJPക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ വോട്ടിംഗ് പാറ്റേണിൽ പോലും മുസ്ലിമിന് മഹാഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ ചെറിയ തോതിൽ മുസ്ലിം വോട്ടുകൾ BJPയിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഈ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും. മുസ്ലിം സ്ഥാനാർത്ഥികൾ തന്നെ ഉണ്ടാകും. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ BJPക്ക് വോട്ട് വർധനവുണ്ടാകും. അങ്ങനെ BJPയോടുള്ള തൊട്ടുകൂടായ്മ ഇവിടുത്തെ LDFും UDFും ചേർന്ന് മുസ്ലിം സമൂഹത്തിന്റെ മേൽ വെച്ചുകെട്ടിയതാണ് എന്നും ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളെ പോലെ BJPയോട് ചേർന്ന് നിന്നുകൊണ്ട് ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവർ മുന്നോട്ട് വരേണ്ടതുണ്ട് എന്നുമുള്ള ചിന്ത കേരളത്തിൽ വളരെ പതുക്കെ ആയിരിക്കും പച്ചപിടിക്കുക. ഇപ്പോൾ ഈ വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷനോ അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന നിയമസഭാ ഇലക്ഷനിലോ ഒന്നും മുസ്ലിങ്ങൾ ഈ രീതിയിൽ മാറുമെന്നോ അല്ലെങ്കിൽ മുസ്ലിം പാർട്ടികൾ ഇങ്ങനെ ചിന്തിക്കുമെന്നോ ഞാൻ പറയുന്നില്ല. പക്ഷേ അടുത്ത 2 ഇലക്ഷന് ശേഷം വരുന്ന റിസൾട്ട് ഉണ്ട്. അതായത് പഞ്ചായത്ത് ഇലക്ഷന്റെ റിസൾട്ട്, അടുത്ത അസംബ്ലി ഇലക്ഷന്റെ റിസൾട്ട്, ഈ 2 റിസൾട്ടും വരുമ്പോൾ മുസ്ലിം സമൂഹത്തിന് ഇരുന്ന് ചിന്തിക്കേണ്ടി വരും, കാര്യമായി ചർച്ച ചെയ്യേണ്ടി വരും. ഈ ക്രൈസ്തവ സമൂഹം BJPയോടൊപ്പം ചേർന്നു, അവർക്ക് അതിന്റെ നേട്ടമുണ്ടായി. നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും പറയുന്നത് കേട്ട് വിശ്വസിച്ച് BJPക്കെതിരെ നിന്നു, നമുക്കൊന്നും കിട്ടിയില്ല എന്ന് മനസ്സിലാകുമ്പോൾ അതിനുശേഷം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലെ മുസ്ലിം പാർട്ടികൾ, മുസ്ലിം ജനസമൂഹം തീർച്ചയായിട്ടും BJPയുമായി ഒരു സഖ്യം എന്ന് ഞാൻ പറയുന്നില്ല, ഒരു നല്ല ബന്ധം ആഗ്രഹിച്ചുകൂടായില്ല. അങ്ങനെ വരുമ്പോൾ സംഭവിക്കാൻ പോകുന്ന ഇതാണ്, ക്രൈസ്തവ വോട്ട് ബാങ്കിനെയും മുസ്ലിം വോട്ട് ബാങ്കിനെയും നിലവിലുള്ള ഹിന്ദു വോട്ട് ബാങ്കിനെയും സംയോജിപ്പിച്ചുകൊണ്ട് BJP ഒരു നീക്കം നടത്തിയാൽ കേരളത്തിലെ LDFും UDFും അലിഞ്ഞില്ലാതായി പോകും. പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്നുള്ള അവസ്ഥയിലേക്ക് പോകും. ത്രിപുരയിലൊക്കെ നമ്മളിത് കണ്ടു, പശ്ചിമ ബംഗാളിൽ നമ്മളിത് കണ്ടു. അപ്പൊ ത്രിപുരയിലും പശ്ചിമ ബംഗാളിലും ഒക്കെ ഇതിനേക്കാൾ വലിയ രാഷ്ട്രീയ തീവ്രത കത്തിജ്വലിച്ചു നിന്ന സംസ്ഥാനങ്ങളായിരുന്നു എന്ന് ഓർക്കണം. അവിടെ ഇത് സാധിക്കുമെങ്കിൽ കേരളത്തിൽ ഇത് അസാധ്യമായ കാര്യമല്ല. അതുകൊണ്ട് കേരളത്തിലെ അനധിവിദൂരമായ ഭാവിയിൽ സംഘടിത വോട്ട് ബാങ്കുള്ള മുസ്ലിം സമൂഹവും സംഘടിത വോട്ട് ബാങ്കുള്ള ക്രിസ്ത്യൻ സമൂഹവും അസംഘടിതമായ വോട്ട് ബാങ്ക് ഒന്നുമില്ലാത്ത BJPയുമായി ചേർന്നാൽ LDFിനെയും UDFിനെയും ഭരണത്തിൽ നിന്ന് നിത്യമായി മാറ്റി നിർത്താൻ കഴിയും. ഇവരുടെ ഭീഷണി രാഷ്ട്രീയവും അതുപോലെ തന്നെ പ്രീണന രാഷ്ട്രീയവും ഒന്നുമില്ലാതെ നേരിട്ട് ഭരണത്തിൽ പങ്കാളികളാകാനും സാധിക്കും. ഈ ഒരു ഫോർമുല വർക്കൗട്ട് ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ PC ജോർജ് അടക്കമുള്ളവരുടെ പാർട്ടി BJPയിൽ ലയിക്കുകയും ക്രൈസ്തവര് മധ്യ തിരുവിതാംകൂറിൽ ശക്തമായി BJPയിലേക്ക് ഒഴുകുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ മുസ്ലിം ജനസാമാന്യത്തിനിടയിൽ ഇങ്ങനെ ഒരു ചിന്ത വരാം. അങ്ങനെ വരികയും അബ്ദുള്ളക്കുട്ടിയെ പോലെയുള്ളവർ BJPയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സ്ഥാനം വരെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും BJPയിൽ എത്തുന്ന മുസ്ലിമിന് കാര്യമായ പരിഗണനയുണ്ട് എന്നുള്ളതും മനസ്സിലാകുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ സംഘടിത മുസ്ലിം വോട്ട് ബാങ്ക് BJPയിലേക്ക് തിരിഞ്ഞുകൂടായികയില്ല. അതിനുള്ള സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അതിന് വഴികാട്ടി എന്നുള്ള നിലയിൽ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ കാര്യമായ ചിന്തയും ചർച്ചയും അതിനനുസരിച്ചുള്ള മാറ്റങ്ങളും പ്രകടമാണ്. അപ്പോൾ കണ്ട് പഠിച്ചുകൊണ്ട് കേരളത്തിലെ മുസ്ലിം വോട്ട് ബാങ്കും BJPയിലേക്ക് ചാഞ്ഞുകൂടായികയില്ല എന്നാണ് എന്റെ വിശ്വാസം. യെസ്, എന്തായാലും ഈ രീതിയിൽ മറ്റൊരു തരത്തിലും മറ്റൊരു പാർട്ടിയുമായും ഒപ്പം നിന്നിട്ട് കാര്യമില്ലെന്ന്, BJPക്കൊപ്പം നിന്നാൽ മാത്രമേ ഭാവിയിൽ തങ്ങൾക്കൊരു നിലനിൽപ്പുള്ളൂ എന്ന കാര്യം ലീഗ് മനസ്സിലാക്കിക്കൊണ്ട് BJPയിലേക്ക് കൂട്ടുകെട്ട് സാധ്യമാകും എന്ന് നമുക്ക് കരുതാം. അത്തരത്തിലുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ്. വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.